الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം ഈമാനോടെ മരണപ്പെടാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനികൾ, സുഡാനികൾ അടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനിക്കുമാറാകട്ടെ. ആയിരത്തി 1853 ഓസ്ട്രേലിയയിൽ സ്ഥാപിതമായ ഏറ്റവും പഴക്കമുള്ളതും ലോകപ്രശസ്തവുമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് മെൽബൺ യൂണിവേഴ്സിറ്റി. രാജ്യങ്ങളിൽ നിന്ന് 65,000-ലടക്കം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതിപ്രശസ്തമായ ഒരു ഗവേഷണ സ്ഥാപനം കൂടിയാണ് മെൽബൺ യൂണിവേഴ്സിറ്റി. അവിടെ പ്രധാനമായും നടക്കുന്നത് പബ്ലിക് റിസർച്ചാണ്, പൊതുവായ ഗവേഷണങ്ങളാണ് നടക്കാറുള്ളത്. ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രിമാർ, നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ പല പ്രശസ്തരായ ആളുകളും പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് മെൽബൺ. 10 ജില്ലാനും ഫാക്കൽറ്റികളുള്ള, ഇന്നും ലോകത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നൊരു സ്ഥാപനമാണ് മെൽബൺ. അവിടുത്തെ ഒരു പ്രധാന ഗവേഷണം എന്ന് പറയുന്നത് പാമ്പ് വിഷമേറ്റാൽ അതിനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചുള്ള വിഷശാസ്ത്ര ഗവേഷണമാണ് അവിടെ പ്രധാനമായി നടക്കുന്ന ഗവേഷണങ്ങളിലൊന്ന്. അതിന് കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകളുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഉഗ്രവിഷമുള്ള 10 പാമ്പുകളിൽ 9 എണ്ണവും ഓസ്ട്രേലിയയിലാണ്. 2ാം സ്ഥാനം ഇന്ത്യയാണ്. അപ്പൊ വിഷശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഒരിക്കൽ നടത്തിയൊരു പഠനത്തിൽ ഒരാൾക്ക് വിഷബാധ ഏൽക്കുമ്പോൾ എങ്ങനെയാണ് അയാളുടെ ശരീരത്തിൽ വിഷം പ്രവർത്തിക്കുന്നത് എന്ന പഠനത്തിൽ അവർ കണ്ടെത്തിയത്, വിഷം മനുഷ്യന്റെ മസിലുകളിലേക്കും രക്തക്കുഴലുകളിലേക്കും പ്രവേശിക്കുന്നു. അത് ശരീരത്തേക്ക് പടരുന്നു. അവിടെ അവർ പ്രധാനമായി പറഞ്ഞൊരു കാര്യം, വിഷബാധ ഏൽക്കുന്ന മനുഷ്യൻ അയാൾക്ക് അതിലൂടെ ഭയമുണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ഹൃദയമിടിപ്പ് കൂടുകയും ഈ വിഷാംശങ്ങൾ അവന്റെ ബ്ലഡിലേക്ക് എത്രയും പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് പാമ്പുകടിയേറ്റ ആളുകൾ പ്രഥമമായി ചെയ്യേണ്ടത്, അവരുടെ പ്രഥമ ശുശ്രൂഷകളിൽ അതിപ്രധാനമായ ഒന്നാണ് ഭയപ്പെടാതിരിക്കുക എന്നുള്ളത്. ഭയപ്പെടുകയും തുടർന്ന് ചലിക്കുകയും ചെയ്താൽ വിഷബാധ ശരീരത്തേക്ക് എത്രയും പെട്ടെന്ന് പരക്കുകയും പിന്നെ അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഷബാധ ഏൽക്കുന്നവർ ഭയപ്പെടരുത് എന്നാണ് മെൽബൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. 1858 ലിബിയയിൽ ജനിച്ച് 1931 മരണപ്പെട്ട ഒരു ലിബിയൻ പണ്ഡിതനാണ് ഉമർ മുഖ്താർ.
അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനഃപ്പാഠമാക്കി തന്റെ 53-ാമത്തെ വയസ്സുവരെ ഒരു ഖുർആൻ പണ്ഡിതനായിട്ടാണ് ഉമർ മുഖ്താർ ലിബിയയിൽ ചെലവഴിച്ചത്. എന്നാൽ ബെനിറ്റോ മുസോളിനിയുടെ കാലത്ത് 1911 ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ലിബിയ ആയിരുന്ന കാലഘട്ടത്തിൽ ഇറ്റലി ലിബിയയെ ആക്രമിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനിവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ച കാലഘട്ടത്തിലാണ് ഇറ്റലി ലിബിയയെ ആക്രമിക്കുന്നത്. ലിബിയ അന്ന് ഒട്ടോമൻ ഖിലാഫത്തിന്റെ കീഴിലാണ്. അന്ന് 53 വയസ്സാണ് ഉമർ മുഖ്താറിനുള്ളത്. ഉമർ മുഖ്താർ അന്ന് തന്റെ ഖുർആൻ അധ്യാപനം അവസാനിപ്പിച്ച് സനൂസി പ്രസ്ഥാനത്തിലൂടെ ഗറില്ല പോരാളികളുമായി ഇറ്റലിയോട് പോരാടാൻ വേണ്ടി മുന്നോട്ട് വന്നു. 20 വർഷക്കാലം ഇറ്റലിയോട് പോരാടിയ ധീര പോരാളിയാണ് ഉമർ മുഖ്താർ. മരുഭൂമിയിലെ സിംഹം എന്നാണ് ഉമർ മുഖ്താറിന്റെ അപരനാമം. അദ്ദേഹത്തെ ലിബിയ 931 പിടികൂടി തൂക്കിലേറ്റുകയാണ് ചെയ്തത്. പിടികൂടുന്ന സമയത്ത് ഉമർ മുഖ്താറിനോട് ഇറ്റാലിയൻ പട്ടാളം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര കാലം ഞങ്ങളോട് പോരാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അന്ന് ഉമർ മുഖ്താർ പറഞ്ഞ മറുപടി ലൻ നസ്തസ്ലിമ നസ്തമിറ ഔ നമൂത്, ഇറ്റലിക്ക് ഞങ്ങൾ കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു വീഴും എന്ന ധീരമായൊരു വാക്കാണ് ഇറ്റാലിയൻ സേനയുടെ മുന്നിൽ ഉമർ മുഖ്താർ പറഞ്ഞത്. ഏതായിരുന്നാലും അദ്ദേഹത്തെ 931 സെപ്റ്റംബർ 16 ഇറ്റാലിയൻ ഭരണകൂടം തൂക്കിലേറ്റി. ഈ യുദ്ധത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ബോംബിടാൻ വേണ്ടി വിമാനം ഉപയോഗിച്ചത്. ഇന്നൊക്കെ ഗസയിൽ ഇസ്രായേൽ സേന വ്യാപകമായി നടത്തുന്നത് ബോംബർ വിമാനത്തിൽ വന്നിട്ട് ഗസയുടെ മുകളിൽ ബോംബിടുകയാണ്. 911 മുമ്പ് ഈ ഒരു പരിപാടിയില്ല. 911 ആദ്യമായിട്ട് ഒരു ഇറ്റാലിയൻ പൈലറ്റ് വിമാനത്തിൽ വന്നുകൊണ്ട് ലിബിയയുടെ മുകളിലാണ് ചരിത്രത്തിൽ ആദ്യമായി വിമാനത്തിൽ ബോംബിടുന്നത്. അങ്ങനെ ലിബിയ ഇറ്റലിയുടെ കോളനിയായി മാറുന്നുണ്ട്. ഉമർ മുഖ്താറിനോട് ചില ആളുകൾ വന്നു പറഞ്ഞു, ഇറ്റലി ഒരു പുതിയ യുദ്ധ രീതി കണ്ടെത്തിയിട്ടുണ്ട്. അവരൊരു വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ബോംബർ വിമാനം. അവരെ വിമാനം ഇങ്ങനെ പറത്തി വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ മുകളിൽ ഒന്ന് ബോംബിടുമെന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഉമർ മുഖ്താർ ചോദിച്ചു, അവരുടെ ആ വിമാനം പറക്കുന്നത് അർശിന്റെ മുകളിലൂടെ ആയിരിക്കുമോ അതോ അർശിന്റെ താഴെ കൂടി ആയിരിക്കും? ലോകചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു വിമാനം കണ്ടുപിടിച്ച് ആ വിമാനം തന്റെ രാജ്യത്തിന്റെ മുകളിൽ ബോംബിടുമെന്ന് പറഞ്ഞപ്പോൾ ഉമർ മുഖ്താർ എന്ന ധീര പോരാളി ചോദിച്ച ചോദ്യമാണ്, ഇറ്റലിയുടെ വിമാനം പറക്കുന്നത് അള്ളാഹുവിന്റെ അർശിന്റെ മുകളിലൂടെ ആയിരിക്കുമോ അതോ അർശിന്റെ താഴെ കൂടി ആയിരിക്കുമോ? അവര് പറഞ്ഞു, ഇല്ല, അർശിന്റെ താഴെ കൂടി ആ വിമാനം പറക്കുള്ളൂ. ഉമർ മുഖ്താർ പറഞ്ഞ മറുപടി, എങ്കിൽ എനിക്ക് ഭയമില്ല, എങ്കിൽ ആ ബോംബർ വിമാനത്തെ ഞാൻ പേടിക്കുന്നില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അർശുടയവൻ എന്റെ കയ്യിൽ, എന്റെ അടുക്കലുണ്ട്, അവൻ എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അവന്റെ അർശിന്റെ മുകളിലൂടെ പറക്കുന്ന വിമാനത്തെ എനിക്ക് പേടിയുള്ളൂ. ആ അർശിന്റെ താഴെ കൂടി പറക്കുന്ന വിമാനങ്ങളെല്ലാം അർശുടയവന്റെ നിയന്ത്രണത്തിലായിരിക്കും. തെല്ലും എനിക്ക് ഭയമില്ല, നിങ്ങൾ ഭയക്കേണ്ട കാര്യവുമില്ല എന്ന് ഉമർ മുഖ്താർ ലിബിയൻ ഗറില്ല പോരാളികളോട് പറയുന്നു. ഞാൻ ഈ 2 സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വച്ചത്, നമ്മുടെ രാജ്യം വിഷപ്പാമ്പുകളുടെ രാജ്യമാണ്. ഫാസിസ്റ്റ് വിഷപ്പാമ്പുകൾ നിറഞ്ഞാടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാമ്പുകടി ഏൽക്കുന്ന രാജ്യം ഇന്ത്യയിലാണ്. പാമ്പ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഇവിടെ 2 തരം പാമ്പുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം അനുഭവിക്കുന്നത് ഫാസിസ്റ്റ് പാമ്പുകളെ കൊണ്ടാണ്. അവരാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊത്താൻ ശ്രമിക്കുന്നത്.
കിങ്കോബ്ര മുതൽ അത്താഴം മുടക്കേണ്ടി വരുന്ന നീർക്കോലികൾ വരെ ഈ രാജ്യത്ത് ഫാസിസത്തിന്റെ വേഷത്തിൽ അഴിഞ്ഞാടുകയാണ്. അവിടെയാണ് മെൽബൺ യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ ഫലവും ഉമർ മുഖ്താറിന്റെ വാക്കും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഭയപ്പെടേണ്ടതില്ല. ഏത് വിഷപ്പാമ്പ് കൊത്തുമ്പോഴും നമ്മൾക്ക് വേണ്ടത് ഭയമില്ലാതിരിക്കലാണ്. ഭയപ്പെട്ടാൽ പെട്ടെന്ന് വിഷം പടരും, അത് ഡേഞ്ചർ സ്റ്റേജിലേക്ക് പോകും. ഏത് വിമാനം പറക്കുന്നതും ഏത് ഫാസിസ്റ്റിന്റെ ആയുധങ്ങൾ സഞ്ചരിക്കുന്നതും അത് അർശിന്റെ താഴെ കൂടിയാണ്. അർശിന്റെ മുകളിലൂടെ ഒരായുധവും പറക്കാൻ വേണ്ടി ഇന്നവരെ കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താനായിട്ട് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ രാജ്യം ഫാസിസ്റ്റ് വിഷത്തിലൂടെ ഫാസിസമാകുന്ന പാമ്പിന്റെ ഇടക്കിടക്കുള്ള കൊത്തൽ ഈ രാജ്യത്തെ ആളുകൾ അനുഭവിക്കുമ്പോൾ അതെല്ലാവരും അല്ല. ഫാസിസം കൊത്തുന്നത് എല്ലാവരെയുമല്ല, ഫാസിസത്തിന്റെ വിഷമേൽക്കുന്നത് എല്ലാവരെയുമല്ല. അത് ന്യൂനപക്ഷങ്ങളെ, മുസ്ലിമീങ്ങളെ, പിന്നോക്കക്കാരെ, പട്ടികജാതിക്കാരെ, ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ അധസ്ഥിതി വിഭാഗക്കാരെയാണ് ഫാസിസമാകുന്ന പാമ്പ് കൊത്തുന്നത്. ഇപ്പോ നമ്മളെ കൊത്തിയിരിക്കുന്നത് SIR രൂപത്തിലാണ്. ഇപ്പോൾ കൊത്തിയ പാമ്പ് ഇറക്കിയ വിഷത്തിന്റെ പേരാണ് SIR. ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളായിരിക്കും. ഇന്നത്തെ രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ വിലക്കെടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഫാസിസത്തിന്റെ ചട്ടുകങ്ങളായി, ടൂളുകളായിട്ടായിരിക്കും പലപ്പോഴും പല ഭരണഘടനാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇത്തരം ഓലപ്പാമ്പുകളുമായി വരുമ്പോൾ നാം ഭയപ്പെടുകയല്ല വേണ്ടത്, ജാഗ്രതയാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും പലതും വരും. ഈ പാമ്പുകൾ ഇങ്ങനെ നമ്മളെ കൊത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ജാഗ്രതയോടെ നീങ്ങിയാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഒരിടത്തും നമ്മളോട് ഭയപ്പെടാൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കൂ, അള്ളാഹു അല്ലാത്ത ഒരാളെയും ഭയപ്പെടാൻ ഖുർആനിലില്ല. ഖുർആൻ ഉടനീളം നമ്മളോട് പറഞ്ഞത് വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടോളി, എന്നെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കീഴ്പ്പെടുത്താനുള്ള ഒരു രീതിയാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. ഭയപ്പെടുത്തിയിട്ടാണ് ഏത് ശത്രുവും തന്റെ ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. മുമ്പും ഭയപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ഉഹുദ് രണാങ്കളം മുസ്ലിമീങ്ങൾക്ക് ചെറിയ പരാജയങ്ങൾ ഉണ്ടായി. ഉഹുദ് പിരിയുന്ന നേരം അബൂ സുഫിയാൻ വിളിച്ചു പറയുന്നുണ്ട്, നമുക്ക് അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാം. ഉഹുദിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം ഉണ്ടായി, മുറിവുകളുണ്ടായി. ഇത് മുതലെടുത്തിട്ടാണ് അബൂ സുഫിയാൻ പറയുന്നത്, നമുക്ക് അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെല്ലുവിളി സ്വീകരിച്ചു. അതെ, നമുക്ക് ബദറിൽ വെച്ച് കാണാം. പിറ്റേ വർഷം പോകേണ്ട സമയമായി. പക്ഷേ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷാമത്തിന്റെ ഒരു കാലമായിരുന്നു. യുദ്ധത്തിന് പോകാൻ കഴിയില്ല. പക്ഷേ നബിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ബദറിൽ വെച്ച് കാണാമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. നബി ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുകയാണ്. അവിടെയാണ് അബൂ സുഫിയാൻ ഒരാളെ ചട്ടം കെട്ടി, നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഒരാളെ ചട്ടം കെട്ടിയിട്ട് പറഞ്ഞു, നമുക്കിപ്പോ യുദ്ധത്തിന് പോകാൻ പറ്റൂല, അതുകൊണ്ട് നീ മുസ്ലിമീങ്ങൾക്കിടയിൽ ചെന്ന് പ്രചരിപ്പിക്കണം. അബൂ സുഫിയാൻ വലിയൊരു സൈന്യത്തെയാണ് ഈ വർഷം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ പിന്മാറണമെന്ന് മുസ്ലിമീങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഒരാളെ അബൂ സുഫിയാൻ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് മദീനയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നുഐം എന്ന് പറഞ്ഞു മുസ്ലിമീങ്ങളോട്, ഈ വർഷം നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, ബദറിലേക്ക് പോകണ്ട. അബൂ സുഫിയാൻ വലിയൊരു സൈന്യത്തെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറ ആല ഇംറാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. അബൂ സുഫിയാൻ വലിയൊരു സൈന്യത്തെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നുഐം ഇബ്നു മസ്ഊദ് വന്ന് നബിയോടും സഹാബത്തിനോടും പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ കൂടി. സൈന്യം വലുതാന്നറിഞ്ഞപ്പോ മുഅ്മിനീങ്ങളുടെ ഈമാൻ കൂടി. അവർക്കൊരു പേടിയും തോന്നിയില്ല. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അബൂ സുഫിയാന്റെ സൈന്യം എത്ര വലുതാകട്ടെ, ഹസ്ബുനല്ലാഹ്, പടച്ചോ ഞങ്ങൾക്ക് മതി, ഞങ്ങൾ അവനെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് യുദ്ധത്തിന് തയ്യാറായി.
1500 ആളുകൾ നബിയുടെ കൂടെ വരാൻ തയ്യാറായി. അബൂ സുഫിയാന്റെ കൂടെ 2000 ആളുകൾ തയ്യാറായി. 2 ദിവസം അബൂ സുഫിയാൻ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ അവിടെ വെച്ച് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, അതാണ് നല്ലത്. ഈ വർഷം യുദ്ധത്തിന് പറ്റിയൊരു വർഷമല്ല. അബൂ സുഫിയാന്റെ സൈന്യം തിരിച്ചുപോയി മക്കയിലേക്ക്. നബിയും 1500 സഹാബാക്കളും വന്നു, പറഞ്ഞ സ്ഥലത്ത് വന്നു, സമയത്ത് വന്നു. അവരെത്തിയില്ല. 8 ദിവസം നബിയും 1500 സഹാബാക്കളും അവിടെ താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കച്ചവട സംഘം വന്നു. അവരുമായി കച്ചവട ഇടപാട് നടത്തി വലിയ ലാഭവും സിദ്ധിച്ചു. ശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി ഫളിൽ. മുസ്ലിമീങ്ങളുടെ സൈന്യം യുദ്ധം ചെയ്യേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, വലിയ കച്ചവട ലാഭവുമായിട്ട് അവർ തിരിച്ചു പോന്നു. അവർ ഭയപ്പെട്ടില്ല. അവിടെ നബിയും സഹാബത്തും പേടിച്ചില്ല. സൈന്യം വലുതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആശങ്ക തോന്നിയില്ല. നമുക്കും വേണ്ടത് ഈ ഭയമില്ലാത്തൊരവസ്ഥയാണ്. നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി ഏത് ടൂള് കൊണ്ടുവന്നാലും, ഏത് ടൂളിനെയും, ഫാസിസം കൊണ്ടുവരുന്ന ഏത് ടൂളിനെയും ജാഗ്രതയോടെ നേരിടാൻ നമുക്ക് കഴിയണം. ഒരു ഭയവും നമുക്ക് ആവശ്യമില്ല. ഫാസിസം എന്ന വാക്ക് തന്നെ ലാറ്റിൻ വാക്കാണ്. അത് ഇംഗ്ലീഷും ഹിന്ദിയൊന്നുമല്ല. ഫാസിസത്തിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞ ഇറ്റലിയാണ്. മുസോളനിയാണ് ഫാസിസത്തിന്റെ പിതാവ്. സത്യത്തിൽ മുസോളനിയെ കൊണ്ടുവന്നത് കരിങ്കുപ്പാഴക്കാർ എന്ന് പറയുന്ന ഇറ്റലിയിലെ വലിയൊരു വിഭാഗം വിമതരെ അടിച്ചമർത്താനാണ് മുസോളനിയെ വിളിച്ചുകൊണ്ടുവന്നത്. പിന്നീട് ആ മുസോളനി ഈ കരിങ്കുപ്പായക്കാരുടെ നേതാവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1% വോട്ടാണ് ആദ്യം മുസോളനിക്ക് കിട്ടിയത്. പിന്നെ മുസോളിനി അവിടെയുള്ള ആളുകളുടെ ഭൂരിപക്ഷം നേടി മുന്നിൽ വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഫാസിസം അങ്ങനെയാണ്. ഫാസിസം എന്ന വാക്കിനർത്ഥം ഒരു കെട്ട് ദണ്ടും അതിന്റെ മുകളിൽ ഒരു മഴു എന്നാണ് ഇതിനർത്ഥം. അക്രമത്തിന്റെ വഴിയെ ഫാസിസത്തിന് അറിയൂ. അക്രമത്തിലൂടെ നടപ്പിലാക്കുന്ന വ്യവസ്ഥയ്ക്കാണ് ഫാസിസം എന്ന് പറയുക. അതാണ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഓരോ ടൂള് കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ടൂളാണ് SIR എന്ന് പറയുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുക, ഒരു വിഭാഗത്തിന്റെ വോട്ടവകാശം നിഷേധിക്കുക. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് കിട്ടാവുന്ന ഏറ്റവും വലിയ പൗരാവകാശമാണ് അവന്റെ വോട്ട് എന്നുള്ളത്. ആ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നതിലൂടെ, പിന്നെ അവന്റെ പൗരത്വം നിഷേധിക്കുന്നതിലൂടെ ഒരു വിഭാഗം ആളുകളെ ഭയത്തിന്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയാണ് SIR ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണകൂടം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുറൈശിൽ ആ കാര്യം അല്ലാഹു പറയുന്നുണ്ട്. മക്കക്കാരോട് അല്ലാഹു പറയുന്നുണ്ട്, ഫയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തി, ഈ കഅബ ശരീഫിന്റെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട്? അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫിൻ, ഈ നാഥനാണ് നിങ്ങൾക്ക് ഭയമില്ലാത്തൊരു മക്ക ഉണ്ടാക്കി തന്നത്, ദാരിദ്ര്യമില്ലാത്തൊരു മക്ക ഉണ്ടാക്കി തന്നത്. അപ്പൊ മക്കയിൽ പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ട്, മക്കയിൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കഅബയുടെ നാഥനെ ആരാധിക്കണം. അപ്പൊ ഒരു നാട്ടിൽ ഭരണാധികാരി ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭരണീയർക്ക് നിർഭയമായി ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം. ഭരണീയർക്ക് ദാരിദ്ര്യമില്ലാതെ ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകണം. ഇത് രണ്ടും ഒരു നാട്ടിലുണ്ടാകുമ്പോഴാണ് ആ നാട് ധന്യമായി എന്ന് പറയപ്പെടാൻ കഴിയുക, ആ നാട്ടിൽ ആളുകൾ സുരക്ഷിതരാണ് എന്ന് പറയപ്പെടാൻ കഴിയുക. പക്ഷേ ജർമ്മനിയിലെ ഒരു എഴുത്തുകാരൻ, പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ആൻസൈറ്റി ഓഫ് സ്റ്റേറ്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഒരാൾ ജർമ്മനി പോയിട്ട് തിരിച്ചു വരുമ്പോ, ഒരു വിദേശിയായ മനുഷ്യൻ ജർമ്മനി പോയി തിരിച്ചു നാട്ടിലെത്തിയപ്പോ നാട്ടുകാർ ചോദിച്ചു, ആരാണ് ജർമ്മനി ഭരിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി, ഭയമാണ് ജർമ്മനി ഭരിക്കുന്നത്. മുസോളിനി ഭരിക്കുന്ന ജർമ്മനിയെ കുറിച്ച് അയാൾ പറഞ്ഞത്, ജർമ്മനി ഭരിക്കുന്നത് ഭയമാണ്. ആ രാജാവിനെ പോലും, നാട്ടിലെ ഭരണാധികാരിയെ പോലും ഭയമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ന് ഇന്ത്യ സന്ദർശിച്ച ഒരാൾ തിരിച്ചു പോകുന്നെങ്കിൽ അയാളോട് അയാളുടെ നാട്ടുകാർ ചോദിക്കണം, ആരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾക്കും പറയാനുണ്ടാവുക, ഇന്ത്യ ഭരിക്കുന്നത് ഭയമാണ് എന്നായിരിക്കും. ആ അർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങളെ, ന്യൂനപക്ഷങ്ങളെ, മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുകയാണ് ഇത്ര ഫാസിസ്റ്റ് ഭരണകൂടം. മരണത്തിന്റെ ആരാധകരാണിവർ. മനുഷ്യരെ കൊല്ലാൻ, മനുഷ്യരുടെ ദുരന്തങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി അതിലൂടെ മനസ്സമാധാനം കണ്ടെത്തുന്ന ഒരു വിഭാഗമാണ് ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ വലിയൊരു ഭയപ്പാടിന്റെ മുന്നിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും നിർത്തി അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവർ കൊണ്ടുവരുന്ന ടൂളുകളിൽ ഏറ്റവും പുതിയ ടൂളാണ് ഇപ്പോഴത്തെ ടൂൾ. രാജ്യത്തിന്റെ ഭരണഘടന എടുത്തു കളയുക എന്നുള്ളത് അടുത്തൊരു അജണ്ടയാണ്. ഇപ്പോൾ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഇതിലൊക്കെ നിർത്തിയിരിക്കുന്നത്. ഇത് അവസാനത്തേതല്ല.
1914 ഹിന്ദു മഹാസഭ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന സ്വപ്നം കാണുന്നത്. 100 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവർക്ക് ഈ രാജ്യത്തിന്റെ അധികാരത്തിലേറാൻ കഴിഞ്ഞു 2014. ഇനി അവരുടെ സ്വപ്നം ഈ രാജ്യത്തെ ഹിന്ദുവൽക്കരിക്കുക ഹിന്ദുത്വ രാജ്യമാക്കുക എന്നുള്ളതാണ്. ആ സ്വപ്നത്തിലേക്കാണ് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചവിട്ടുപടികളിൽ ഒന്നാണ് ഇപ്പോൾ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വോട്ട് നിഷേധിക്കാനും തുടർന്ന് അവരുടെ പൗരത്വം നിഷേധിക്കാനും വേണ്ടിയുള്ള ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓരോരോ ടൂളുകൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. സത്യത്തിൽ ഹിന്ദു എന്ന മതം പോലുമില്ല, ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജി പോലുമില്ല. ആ ഐഡിയോളജി പോലും പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട ഐഡിയോളജിയാണ്. ഹിന്ദു, ഹിന്ദി, ആര്യവംശശുദ്ധി, ഇത് മൂന്നും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഫാസിസം ഈ രാജ്യത്തെ ഒരു ദേശീയത, പുതിയൊരു ദേശീയത സ്ഥാപിക്കാൻ വേണ്ടി ഫാസിസം ശ്രമിക്കുന്നത്. ആ ദേശീയതയിൽ മുസ്ലിമിന് ഇടമുണ്ടാവില്ല, ആ ദേശീയതയിൽ ക്രിസ്ത്യാനിക്ക് ഇടമുണ്ടാവില്ല, ആ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരന് ഇടമുണ്ടാവില്ല. ഇവരൊന്നും ഇല്ലാത്ത ഒരു പുതിയ രാജ്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആ സൃഷ്ടിപ്പിന്റെ തുടക്കമാണ്, അതിന്റെ പര്യാവസാനത്തിലേക്കാണ് ഇപ്പോൾ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത്തരത്തിലൊരു ഭയം ഈ രാജ്യത്ത് ജനിപ്പിച്ചപ്പോഴാണ് പാകിസ്ഥാന്റെ പിറവി പോലും ഉണ്ടായത്. പാകിസ്ഥാന്റെ വിഭജനം നമ്മുടെ ആവശ്യമായിരുന്നില്ല. സ്വതന്ത്ര ഇന്ത്യ ഹിന്ദുക്കളുടേതായിരിക്കുമെന്ന മുദ്രാവാക്യം മുഴക്കി രാജ്യത്ത്. ഇന്ത്യ സ്വതന്ത്രമായി ഈ രാജ്യം ഹിന്ദു രാജ്യമായിരിക്കും. ഇതിൽ നിന്നുണ്ടായ ഭയമാണ് പാകിസ്ഥാനിന്റെ പിറവിയിലേക്ക് പോലും വരുത്തിവെച്ചത്. ആ ഭയമാണ് ഇന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഈ രാജ്യം ഫാസിസത്തിന് പറ്റിയൊരു മണ്ണല്ല ഇത്. ഇത് ഭരതൻ ഭരിച്ച നാടാണ്. 14 വർഷം നീതിമാനായ ഭരതൻ ഭരിച്ച നാടാണ്. ഇത് നീതിയുടെ മണ്ണാണ്. ഈ മണ്ണിലൊരിക്കലും ഫാസിസം വിളയാൻ പാടില്ലാത്തതാണ്. ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കേണ്ട നാട്, വൈവിധ്യങ്ങളുടെ നാട്, വൈവിധ്യങ്ങളിൽ ഏകത്വം കാണുന്നൊരു നാടാണ് ഈ രാജ്യം. ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട ഒരു നാടാണ്. മതാമൃതാനന്ദമയുടെ 50ാമത്തെ ജന്മദിനം കലൂർ സ്റ്റേഡിയത്തിൽ ആഘോഷിച്ചു. 193 രാജ്യങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവന്നു. എ.കെ. ആന്റണി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ എ.കെ. ആന്റണി എന്ന് പറയുന്ന ക്രിസ്ത്യാനി അബുൽ കലാം എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹമാണ് അന്ന് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് 193 രാജ്യങ്ങളിലെ വെള്ളത്തെ ഒന്നാക്കി കൊടുത്തത്. ഹിന്ദുവായ അമൃതാനന്ദമയുടെ ജന്മദിനത്തിന് ക്രിസ്ത്യാനിയായ എ.കെ. ആന്റണി മുസ്ലിമായ അബുൽ കലാമിന്റെ കയ്യിലേക്ക് കൊടുത്ത് ആ വെള്ളം ഒന്നിപ്പിക്കുന്ന ആ സാഹോദര്യത്തിന്റെ, ആ മാനവ ഐക്യത്തിന്റെ മണ്ണാണ് ഇന്ത്യ. ഈ രാജ്യത്ത് വർഗീയതയ്ക്ക് വളക്കൂറില്ല. ഇവിടെ വർഗീയത നട്ടുവളർത്തി മനുഷ്യർക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ പരസ്പരം തമ്മിൽ തല്ലിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, രാജ്യത്തിന്റെ മനുഷ്യർക്കിടയിലുള്ള സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫാസിസ്റ്റ് തന്ത്രങ്ങളുടെ പുതിയ പുതിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ നമുക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 700 വർഷം മുസ്ലിമീങ്ങൾ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. 700 വർഷം ഭരിച്ചു. അന്ന് ഈ രാജ്യം വികസനങ്ങളാൽ വീർപ്പുമുട്ടിയൊരു രാജ്യമായിരുന്നു. റോഡുകൾ, തോടുകൾ, കനാലുകൾ, നദികൾ, രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നന്നായി പരിഗണിച്ചു 700 വർഷക്കാലം. അത് ചരിത്രം പഠിച്ചാൽ കൃത്യമായി മനസ്സിലാകും. സ്വന്തം വീട്ടിലെ പശുവിനെ പോലെ കണ്ടു ഈ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും 700 വർഷം മുസ്ലിമീങ്ങൾ, മുസ്ലിം ഭരണാധികാരികൾ. ബ്രിട്ടീഷുകാര് കണ്ടത്, ഈ രാജ്യത്തെ കണ്ടത് സ്വന്തം വീട്ടിലെ പശുവിനെ പോലെയല്ല, വാടകയെടുത്തൊരു പശുവിനെ പോലെയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം കറന്നുകൊണ്ടുപോയി. രാജ്യത്ത് നിന്ന് കടത്താവുന്നതെല്ലാം ബ്രിട്ടീഷുകാർ കടത്തി. രാജ്യം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ രാജ്യത്തൊന്നും ഒന്നും കടത്തിയിട്ടില്ല. ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഇന്നത്തെ ചരിത്ര പുസ്തകങ്ങളിൽ തിരുത്തപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകും. അന്ന് ഈ രാജ്യത്ത് ഭക്ഷണം കഴിക്കുന്നത് ഇലയിലായിരുന്നു, അല്ലെങ്കിൽ കുഴികുത്തി കുഴിയിലാണ് കഞ്ഞി വിളമ്പി കഴിച്ചിരുന്നത്. പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ അറിയില്ലാതിരുന്ന ഭാരതീയരെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരികളാണ്. അതുപോലും പഠിപ്പിച്ചത്. ഈ രാജ്യത്തിന്റെ GDP ഏറ്റവും ഉയർന്ന നിലയിൽ നിലനിന്നിരുന്നത് 700 വർഷക്കാലം മുസ്ലിമീങ്ങളുടെ രാജ്യം ഭരിച്ച കാലത്താണ്. അന്നൊരു ഹിന്ദുവിന്റെ നേരെ കൈ ഉയർത്തിയിട്ടില്ല, ഒരു ഹിന്ദുവിന്റെ ആചാരത്തിന്റെ നേരെ മുസ്ലിമീങ്ങൾ കൈ ഉയർത്തിയിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയുടെ ആചാരം ഇല്ലാതാക്കാൻ ഒരു മുസ്ലിം ഭരണാധികാരി ശ്രമിച്ചിട്ടില്ല. നമുക്കറിയാലോ, സതി എന്ന് പറയുന്ന ദുരാചാരം ഈ രാജ്യത്ത് നിലനിന്നിരുന്നൊരു ദുരാചാരമാണല്ലോ സതി. ഭർത്താവ് മരിച്ചുപോയാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ ആത്മഹത്യ ചെയ്യണമെന്ന ഒരു കിരാത നിയമം മതവിശ്വാസത്തിന്റെ ഭാഗമായി രാജ്യത്തുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് അന്ന് ഷാജഹാൻ ചക്രവർത്തിയുടെ മുന്നിൽ വന്ന് ചിലര് പറഞ്ഞു, ചില മുസ്ലിം നേതാക്കൾ പറഞ്ഞു, മഹാരാജാവെ സതി നിർത്തലാക്കണം.
സതി എന്ന ദുരാചാരം നിർത്തലാക്കണം. അന്ന് ഷാജഹാൻ ചക്രവർത്തി പറഞ്ഞത്, അത് ഹിന്ദു സമൂഹത്തിന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ ഞാൻ എന്റെ അധികാരം ഉപയോഗപ്പെടുത്തി ഞാൻ അത് നിർത്തലാക്കുകയില്ല. എന്റെ രാജ്യത്ത് അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഷാജഹാൻ അതിന് ശ്രമിച്ചില്ല. അവസാനം ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 ഡിമാൻഡ് വെച്ചു. സതി ആചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ് ആ നാട്ടിലെ പൗരപ്രമുഖരുമായി സംസാരിച്ച് മനസ്സമാധാനത്തിന് ശ്രമിക്കണം. മറ്റ് ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുമായി സംസാരിച്ച് ഇടപെട്ട് മനസ്സമാധാനത്തിന് ശ്രമിക്കണം. ഇങ്ങനെ 3 ഡിമാൻഡുകൾ വെച്ചിട്ട് പറഞ്ഞു, ഇത് 3നും ശ്രമിച്ചിട്ടും അവൾക്ക് സതി അനുഷ്ഠിക്കാതിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ആ സതി നിർത്തലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞയാളാണ് ഷാജഹാൻ ചക്രവർത്തി. അത് നിർത്തലാക്കിയത് ഒരു മുസ്ലിം ഭരണാധികാരിയല്ല, രാജാ റാം മോഹൻ റായ് എന്ന് പറഞ്ഞ ഹിന്ദു ഭരണാധികാരിയാണ് സതി നിർത്തലാക്കിയത്. 700 വർഷക്കാലം ഈ രാജ്യത്ത് മതസ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ രാജ്യത്ത് മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യം ഭരിച്ചത്. അവരാരും ഒരു മതസ്വാതന്ത്ര്യത്തിലും കൈവച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ ഭരിച്ചു, മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചതിന്റെ 3 ഇരട്ടിയാണ് മതവൽക്കരണം, ക്രൈസ്തവ മതവൽക്കരണം ഈ രാജ്യത്ത് നടത്തിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത്. അത്രയും മുസ്ലിം ഭരണകാലത്ത് നടത്തിയിട്ടില്ല. അപ്പൊ ഇതെല്ലാം ഈ രാജ്യത്ത് മുസ്ലിം ഭരണാധികാരികളുടെ ഭരണവും ഇന്നീ നടക്കുന്ന ഫാസിസ്റ്റുകളുടെ ഭരണവും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ചില ചരിത്രത്തിലെ തിരുത്തപ്പെടാത്ത രേഖകളാണ്. അതുകൊണ്ട് ഭരണം മാറി മാറി വരും. ഇപ്പോ ന്യൂയോർക്കിലെ മേയറായി മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തെ മുഴുവൻ മതവിശ്വാസികളും മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും നീതി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും മംദാനിയുടെ വിജയത്തിന് സന്തോഷിക്കുകയാണ്. ട്രംപിനേറ്റ ഈ നൂറ്റാണ്ടിൽ ട്രംപിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ന്യൂയോർക്കിലെ മംദാനിയുടെ വിജയം എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, അധികാരം അള്ളാഹു ഞാൻ മാറ്റി മാറ്റി കൊടുക്കും. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ കയ്യിൽ ഞാൻ അധികാരം കൊടുക്കും. അധികാരമെന്നും ഒരാളുടെ കയ്യിലായിരിക്കില്ല, ഒരു വിഭാഗത്തിന്റെ കയ്യിലായിരിക്കില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ അള്ളാഹു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല ഫിറൗൻ ആൺമക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂസാ നബി അള്ളാഹു താല രക്ഷിച്ചു വളർത്തിയത്. ആ മൂസാ നബിയുടെ കയ്യിൽ അള്ളാഹു കൊടുത്തൊരു വടിയുണ്ട്. ആ വടി എന്തിനായിരുന്നു? ഇവിടെ ഫിറൗൻ ഓലപ്പാമ്പുകളെ കണ്ടുപേടിപ്പിച്ചു. ഫിറൗന്റെ കയ്യിലുണ്ടായിരുന്ന വ്യാജ പാമ്പുകൾ ഫിറൗന്റെ മാരണക്കാരുടെ കയ്യിൽ. അവർ ആ പാമ്പിട്ടുകൊണ്ട് മൂസാ നബിയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസ നിന്റെ കയ്യിലുണ്ട് ഒരു വടി, നിന്റെ കയ്യിലിരിക്കുന്ന വടി താഴോട്ടിടുക. അവരുടെ വിഷസർപ്പങ്ങളെ, വ്യാജ വിഷസർപ്പങ്ങളെ മുഴുവനും വിഴുങ്ങുന്ന വിഷസർപ്പമാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഫാസിസ്റ്റുകൾ ഈ പാമ്പുകൾ, വർഗീയ പാമ്പുകളെ, വിഷപ്പാമ്പുകളെ കൊണ്ട് നമ്മളെ കടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു മൂസ വരേണ്ടതുണ്ട്. ഒറിജിനൽ വടിയുമായി, ഈ വിഷസർപ്പങ്ങളെ മുഴുവൻ വിഴുങ്ങുന്ന ഒറിജിനൽ വടിയുമായി ഒരു മൂസ വരേണ്ടതുണ്ട്. ആ മൂസ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തകരും, ഈ ഫാസിസം തകരും, ഏകാധിപത്യം തകരും. പകരം വരേണ്ട മൂസ ജനാധിപത്യത്തിന്റെ മൂസയാണ്. മതാധിപത്യം തകർക്കാൻ വരേണ്ടത് മതേതരത്വത്തിന്റെ മൂസയാണ്. ഈ മതേതരത്വത്തിന്റെ മൂസ വരണമെങ്കിൽ, ജനാധിപത്യത്തിന്റെ മൂസ വരണമെങ്കിൽ രാജ്യത്തെ പൗരന്മാർക്ക് പൗരബോധം ഉണ്ടായിരിക്കണം. തങ്ങൾക്ക് ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട തങ്ങളുടെ അവകാശമാണ് വോട്ടവകാശമെന്ന് തിരിച്ചറിയണം. എന്റെ പൗരാവകാശമായ വോട്ടവകാശം ഞാനൊരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് തീരുമാനിക്കണം. ഈ കൊണ്ടുവന്നിരിക്കുന്ന SIR എന്ന് പറയുന്ന പരിപാടി കേവലം ഒരു വോട്ടിന്റെ പ്രശ്നം മാത്രമല്ല. ഇപ്പൊ പലരും ചിന്തിക്കുന്നത് SIR പേരില്ലെങ്കിൽ എന്താ, ഇതിന്റെ പുറകെയൊക്കെ നടക്കണേ എന്തിനാ? സഹോദരങ്ങളെ, ഇതിൽ നിന്നും നമ്മൾ പുറത്താക്കപ്പെടുന്നത് കേവലം വോട്ടവകാശത്തിൽ നിന്ന് മാത്രമല്ല, ഫാസിസത്തിന്റെ പദ്ധതിയായ പൗരത്വ നിഷേധത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഇതിനെ കാണണം. ഗൗരവമായി SIR കാണുകയും വളരെ കൃത്യമായി തന്നെ അതിന്റെ ആളുകൾ വരുമ്പോ നമ്മളതിൽ പങ്കാളികളാവുകയും നമ്മുടെ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കുകയും വേണം. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ആരും ഭയപ്പെടണ്ട. നമ്മളോട് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്, റസൂലാണ്. സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞത് പേടിക്കണ്ട നമ്മളോട് പറഞ്ഞു. ഭാരതീയരോട് പറയുന്നുണ്ട്, ഭാരതീയരെ നിങ്ങൾ ആരും പേടിക്കണ്ട. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ശിഷ്യഗണങ്ങളിൽ ആരും ഭയപ്പെടരുത്. ഭയപ്പെടുന്ന ഒരുത്തനെയും എനിക്ക് വേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ലോകം മുഴുവനും നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്താണെങ്കിൽ സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട്, ഇരുമ്പ് പോലെ ഉറച്ചു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഭാരതത്തിന്റെ വിവേകാനന്ദന്റെ വാക്കുകളെങ്കിലും നമ്മൾ ഉൾക്കൊള്ളണം.
അതുകൊണ്ട് എന്തെല്ലാം അജണ്ടകളുമായി വന്നാലും, എന്തെല്ലാം ടൂളുകളുമായി വന്നാലും ആ ടൂളുകളുടെ മുന്നിലൊന്നും ഞാൻ പരാജയപ്പെടില്ല എന്ന് ഓരോരുത്തരും ഉറച്ചു തീരുമാനിക്കണം. ഇത്തരത്തിലുള്ള എല്ലാവിധ അജണ്ടകളെയും, ഫാസിസത്തിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള എല്ലാവിധ അജണ്ടകളെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഒരു ഭരണഘടന നമ്മുടെ മുന്നിലുണ്ട്. ആ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് SIR നിർത്തിയത്. ഇനി ആ ഭരണഘടന മാറ്റിവെച്ചിട്ട് ഈ രാജ്യത്ത് ഇലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്നും ഈ പ്രധാനമന്ത്രി ഇദ്ദേഹം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന ആൾ പ്രധാനമന്ത്രിയാകുമെന്ന് പറയാൻ ഒരു ഭരണഘടനയാണ് ഇപ്പോൾ തടസ്സമുള്ളത്. ആ ഭരണഘടന നിലനിർത്താൻ വേണ്ടി നമ്മൾ പോരാടേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരായ ആളുകൾ പോരാടിയത് ഇതിനു വേണ്ടിയാണ്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ പൂർവികരോടുള്ള കടപ്പാട് കൂടിയാണ് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത്, രാജ്യത്തിന്റെ മതേതരത്വവും രാജ്യത്തിന്റെ ജനാധിപത്യവും തിരിച്ചുപിടിക്കുക എന്നുള്ളത്, രാജ്യത്തെ ജനങ്ങളുടെ സാഹോദര്യം അത് പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ പൂർവികരായ നമ്മുടെ മഹത്തുക്കളോടുള്ള, രക്തസാക്ഷികളോടുള്ള ബാധ്യത കൂടിയാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയമില്ലാതെ ജാഗ്രതയോടുകൂടി ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.